ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോണത് ഡ്രാഗൺ ബോൾ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 2 അപ്പോൾ അങ്ങോട്ട് എട്ടിലേക്ക് അടിക്കാൻ നേരെ എപ്പിസോഡ് കിടക്കാം. എപ്പിസോഡ് തുടക്കത്തിൽ കാണാൻ നമ്മൾ ഗോക്കുനാണ്. ഗോക്ക് പറയും, ബുൾമ നമ്മൾ അവിടെ താമസിക്കാം. ബുൾമ പറയും, നീ മറന്നു എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇട്ട് പറഞ്ഞിട്ട് ബുൾമയിൽ നിന്നൊരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് ഒരൊറ്റ അറിയും പുറത്തേക്ക്. അപ്പോൾ അവിടെ പൊട്ടിച്ച് സംഭവിക്കും. എന്നിട്ട് അവർ നോക്കുമ്പോൾ ഒരു വലിയ വീടുണ്ടാവും അവിടെ. ബുൾമ അതിൻ്റെ ഉള്ളിൽ പോവും. എന്നിട്ട് ഗോക്കുവിൻ്റെ പറയും, ഗോക്കു വാന്ന് പറഞ്ഞ് ഗോക്കുവിൻ്റെ ഉള്ളിൽ കയറി നടക്കും. നോക്കുമ്പോഴാണ് ടി വിയാണ്. ഗോക്കുക്ക് എന്താ സാധിച്ച് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ബുൾമ സാൻഡ്വിച്ച് ഗോക്കുവിനെ പേടിപ്പിക്കുന്നത്. ഗോക്കു ആയിരിക്കും, ചെക്ക ഞാൻ ഇതിലെ കുടുങ്ങിപ്പോയത്, ഞാൻ രക്ഷിക്കണം വയ്ക്കും. ബുൾമ ഇത് ടി വിയടാ, നമുക്ക് ഓരോ സാധനങ്ങൾ കാണാൻ പറ്റും. എന്നിട്ട് ബുൾമ റൊമാൻറ്റിക് സീൻ വെക്കും. ബുൾമ കണ്ട് ആസ്വദിക്കുമ്പോഴാണ് ഗോക്കു പെട്ടെന്ന് ചാനൽ മാറ്റി ബുൾമയെ പേടിപ്പിക്കുന്നത്. ബുൾമ പേടിച്ചിട്ട് താഴത്ത് വീഴുകയും ചെയ്യും. എന്നിട്ട് ഗോക്കു ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഗോക്കു അവളെ മുഖത്ത് നോക്കുമ്പോഴാണ് ഗോക്കു പറയുന്നത്, എനിക്ക് ബുൾമ എനിക്ക് വിശക്കുണ്ടോ, നിൻ്റെ വായിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ. ബുൾമ പറയും, പിള്ളേരെ വെച്ച് നാണം കിട്ടുക എന്ത് ചെയ്യാനായിട്ട്. ബുൾമ എന്ത് ചെയ്യാൻ നാട്ടിരിക്കുന്നത്. ഗോക്കു നീ കുളിച്ച എത്ര ദിവസമായി? ഗോക്കു ചോദിക്കും, എന്തിനാ കുളിക്കാൻ ചോദിക്കും ഗോക്കു. അപ്പോൾ നീ കുളിക്കാറില്ല, ഞാനും കുളിപ്പിച്ചിട്ട് ബുൾമ ഗോക്കുനെ കുളിപ്പിക്കുകയും ചെയ്യും. ഇത് എന്നിട്ട് കുളിപ്പിച്ച ശേഷം ഗോക്കു ചോദിക്കും ബുൾമയോട്, ബുൾമ ഞാൻ നിന്നെ കുളിപ്പിച്ചിട്ടുണ്ടോ ചോദിക്കും. ഇത് പടക്കാൻ നിന്നാട്ട് മൂത്താണ്ട് ഗോക്കുനെ ഓടിപ്പിക്കും ബുൾമ. പിന്നെ നിൽക്കുന്നത് ഒരു നീല മനുഷ്യനാണ്. നമുക്ക് ആളെ പിഫെല്ലാം കളിക്കാനെ. എന്നിട്ട് അവൻ പറയും, നീ എൻ്റെ ഡ്രാഗൺ ബോൾ എന്നാ പട്ടിയോട് പറയും. പട്ടി പറയില്ലാന്ന്. അവൻ ദേഷ്യം പിടിച്ചാണ് കെട്ടിടും. അപ്പോഴാണ് അവൾക്ക് ഏജന്റ് മായ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെന്ന് പറയുന്നത്, സാർ എനിക്ക് ഡ്രാഗൺ ബോളെ സ്ഥലം കിട്ടി, ഞാൻ ഒരു ഗുഹയുടെ അടച്ച് കണ്ടു, രണ്ട് തിളക്ക സാധനം കണ്ടു, ആ ഡ്രാഗൺ ബോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാർ എന്ന് പറയും അവൾ. അവൻ പറയും, അവിടെ ഡ്രാഗൺ ബോളിലല്ലേ, അത് നീ ഇവനെ കൊണ്ടുപിടിക്ക്, ഇവനെ കൊണ്ടുപോയി ആ ഡ്രാഗൺ ബോൾ എടുത്തുണ്ട്, എനിക്ക് ഡ്രാഗൺ ബോൾ വളരെ അത്യാവശ്യമാണ്, എനിക്ക് ഈ ലോകം ഭരിക്കാൻ ഡ്രാഗൺ ബോൾ തന്നെ വേണം. അപ്പോൾ അവൻ പറയും, എനിക്ക് ജോലികളുണ്ട്. എന്ത് ജോലികളുണ്ട്, നീ ആ ജോലി നോക്കണ്ട, നിന്നെ പറഞ്ഞനുസരിക്കും അല്ലെങ്കിൽ അതിനെ കൊല്ലുന്നു പറഞ്ഞിട്ട് അവരോട് പോകാൻ പറയുന്നു. ആ രണ്ടോ പിന്നാണെങ്കിൽ ഗോക്കുവിനെ ബുൾമയാണ്. ഗോക്കു ബ്രെഡൊക്കെ വെച്ചിരിക്കുമ്പോഴാണ് ഗോക്കു പറയുന്നത്, എനിക്ക് സൂപ്പൊന്നും ഇഷ്ടമല്ല. ബുൾമ സൂപ്പല്ല, ഇത് കോഫിയാന്ന് പറയും. ഗോക്കു പറയും, എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്ത് പോയി നല്ല ആരോഗ്യങ്ങൾ കഴിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോക്കു പോകും. എന്ത് റെഡി ആയിട്ട് അല്ല വടിയൊക്കെ എടുത്തിട്ട്, ബുൾമ എനിക്ക് വേണം, ഞാൻ കൊണ്ടുവരാമെന്ന് പറയും. ബുൾമ പറയും, എനിക്കൊന്നും വേണ്ടെന്ന്. പിന്നെ ഗോക്കുവാണ് പറയും, ഗോക്കു കാട്ടിപ്പറ്റി പഴുതേനെ പിടിച്ച് പറയും, സ്റ്റാർട്ടേഴ്സ് കിട്ടി. ബുൾമ ഒറ്റ കഴിച്ച് തീർക്കുന്നു തോന്നുന്നുണ്ട്. ഗോക്കു മേലെ നോക്കുമ്പോൾ പക്ഷിനാണ്. ആ പക്ഷിയൊന്നുമല്ല, അത് നമ്മളെ മായയുടെ ടീമിൻ്റെ ഇതാണ്, എന്നിട്ട് പ്ലെയിനാണ്. അവർ പറയും, നമുക്ക് സ്ഥലമെത്തി, നമുക്ക് ഇനി ഇറങ്ങാം. പിന്നെ പട്ടി പറയും, സ്ഥലത്താണ്ട് വീട്ടിൽ പോകില്ല, മറ്റേ പോയാൽ മതി, കള്ളം പറഞ്ഞാൽ അതിൽ ചോദിക്കും. അത് പറ്റില്ല, നമുക്ക് പോകാമെന്ന് പറയും. നോക്കുമ്പോഴാണ് നിറച്ചെല്ല് കാണുന്നത്. രണ്ടാൾ ഇതാണ് പേടിക്കും. മറ്റവൻ പറയും, എനിക്ക് കാണാൻ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇത് പേടിയാണ് കാണുമ്പോൾ എന്ന് പറയും മറ്റാൾ പട്ടി. രണ്ടാൾ പേടിച്ച് പതുക്കെ പതുക്കെ ആ ഗുഹ എടുത്ത് പോവുകയും ചെയ്യും. പെട്ടെന്നാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത്. വേറെ ആരുമല്ല, ഗോക്കാണ്. ഗോക്കി ചാടും പറഞ്ഞ് അവൾക്ക് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്താ അവിടെ ചെയ്യണത്, നിങ്ങളോട് മര്യാദക്ക് വെക്കോ, ഞാൻ ഇതെൻ്റെ പക്ഷിയാണ്, ഞാനവിടെ വന്ന് ഇതാദ്യമേ ഞാൻ കഴിക്കും, നിങ്ങൾക്ക് തരില്ല എന്നുകൊണ്ട് ഗോക്കു കുറേ ഇങ്ങനെ പറയും. അവർ ചോദിക്കും, എന്താ ചെക്ക പറയണത്, ഇന്ന് വീട്ടിൽ വേണം, നിൻ്റെ അമ്മ അന്വേഷിക്കണം നീ ഇന്ന വീട്ടിലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നെ കുറേ വെളിച്ചം കാണുന്നത്. നോക്കിയാൽ ഡ്രാഗൺ ബോൾ ഒന്നും ആയിരുന്നില്ല, കുറുക്കന്മാരായിരുന്നു. മറ്റേ രണ്ടാൾക്കാണ്ട് പേടിക്കുകയാണ്. ഗോക്കുള്ള ആയി എനിക്ക് ബുൾമക്ക് തികഞ്ഞ് ബുൾമക്ക് ഇതും മതി എന്ന് പറഞ്ഞ് ഗോക്കു സന്തോഷിക്കുന്നുണ്ടാവും അവിടെ. രണ്ടാൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. രണ്ട് കൂട്ടരെയും ഫസ്റ്റ് മറ്റേ അറ്റാക്ക് ചെയ്യും, പിന്നെ ഗോക്കു അറ്റാക്ക് ചെയ്യും. മറ്റേ പേടിച്ചോളും. ഗോക്കുള്ള ഫൈറ്റ് ചെയ്ത് അവരൊക്കെ തോൽപ്പിക്കും. മറ്റേ പ്ലെയിനിൽ പോയി കയറും. ഗോക്കുള്ള അത് കണ്ടിട്ട് എല്ലാത്തിനും അടിച്ചിടും. എന്നിട്ട് പറയും, ഇതെൻ്റെ പക്ഷം എനിക്ക് വിട്ടില്ലാണ്ട് ഗോക്കുള്ള അവൻ്റെ എല്ലാത്തിനെയും മാറ്റിയിട്ട് ഓടുകയാണ്. പെട്ടെന്ന് അവരെല്ലാവരും വീണ്ടും അവനെ മേത്ത് കയറിയിരുന്നു. ഗോക്കുള്ള വടി വലുതാക്കിയിട്ട് അവൻ ചാടി മാറിയിട്ടൊക്കെ തട്ടിയിട്ട് ഇത് ചവിട്ടുകയാണ് ആ പക്ഷിമ്മ. ഇട്ട് പ്ലെയിനുമ്മ എന്നിട്ട് അവർ തെറിച്ച് പോയി വീഴുന്നുണ്ട്, പൊട്ടിത്തെ സംഭവിക്കുകയാണ്. എന്നിട്ട് ഗോകു അവിടെ പോയിട്ട് ആ ഇതൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഈ പക്ഷി നല്ല സ്ട്രോങ് ആണെന്ന് പറയും. പിന്നാണെങ്കിൽ അതിൻ്റെ മേലെ മറ്റേ രണ്ടാൾക്കാർ കഴിഞ്ഞ കോയുടെ പോലെയൊക്കെ എടുക്കുകയാണ്. പിന്നെ ബുൾമ ഞാൻ വന്നതാണ് ഗോകു ബുൾമ അടുത്ത് പോയി പറയുകയാണ്. എന്നിട്ട് വാലർക്കുമ്പോൾ പറയുന്നത്, സ്റ്റാർട്ടേഴ്സ് ഉണ്ടാ ഇത് കിട്ടിയിട്ട് പഴുത്താരനെ, പിന്നെ മെയിൻ കോഴ്സ് നോക്കിയാൽ നോക്കുമ്പോൾ ബുൾമ മേടിച്ചത് കുറുക്കൻ, ഞാൻ അതിൻ്റെ ആ ബുൾമ അകത്ത് പോയാണ്. ഗോകു ഒറ്റക്ക് ആ പഴുതാര തിന്നാണ് കുറുക്കനെ. ഇട്ടാണല്ലോ ഗോകു അവിടെ പോയി കിടക്കുകയാണ്. എനിക്ക് ഈ ബെഡാണല്ലോ സോഫ്റ്റ് ആണല്ലോ പറയും. പെട്ടെന്ന് ബുൾമെന്ന് പറയുന്നത്, നിനക്ക് ഈ ബെഡോ എന്തോ കേട്ടില്ല, മോനൊന്ന് ഇറങ്ങി വന്നേ, മോനിപ്പോൾ പായ പിടിച്ചതുണ്ട്, ഇതിൽ കിടന്നാണ്ട് ഗോകുനെ പായലെടുത്തുകയാണ്.
ബുൾമ പറയുകയാണ്, നീ പല്ലേച്ചടാ, നീ ഏറ്റ സാമ്പൃത്ത സാധനത്ത് നിന്നല്ലേ. ബുൾമ പല്ലേക്കാൻ പോവാണ്. ബുൾമ പറയും, ഗോക്കു നിൻ്റെ അച്ഛനമ്മയൊക്കെ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഗോക്കു പറയും, എനിക്ക് അച്ഛനമ്മ ആരുമില്ല, എന്നെ മുത്തച്ഛനെ കിട്ടി, മുത്തച്ഛനുള്ള ചെറുപ്പത്തിൽ കാട്ടി നിട്ടി ഞാൻ അവരിപ്പോൾ താമസിക്കാന്ന് പറയും. ബുൾമനെ കുറേ കളിയാക്കാൻ ചെയ്യും ഗോക്കു. ബുൾമക്ക് ദേഷ്യം പിടിച്ചാലുള്ള ഗോക്കുവിനെ കളിയാക്കാൻ വരുമ്പോഴാണ് ഗോക്കു ദേഷ്യപ്പെട്ട് ചീത്താൻ നോക്കുമ്പോഴാണ് ഗോക്കു കിടന്ന് ഉറങ്ങുന്നത്. ഗോക്കുവിനെ കാണുമ്പോൾ ബുൾമക്ക് സഹതാപം എൻ്റെ അവർ കിടന്നുറങ്ങും. പിന്നെ ഗോക്കു രാവിലെ എണിച്ചിട്ട് എക്സസൈസ് ചെയ്തിട്ട് ബുൾമ അടുത്ത് പറയും, നിൻ്റെ ബോൾസാണോ അല്ല ബുൾമ എന്ന് പറയും. എന്നിട്ട് ബുൾമ ഉള്ള പേടിച്ച്, അയ്യോ ഡ്രാഗൺ ബോളാണല്ലോ പറഞ്ഞിട്ട് എനിക്ക് നോക്കും. എന്നിട്ട് ഡ്രാഗൺ ബോൾ എടുത്ത് പോവും. ഗോക്കാണല്ലോ പോലെ പോലെ എൻ്റെ ബോൾസ് ആണല്ലോ പറയും ഗോക്കു. ബുൾമ പേടിച്ച് ഓടിപ്പോയി നോക്കുകയും ചെയ്യും. നോക്കുമ്പോഴാണ് ഡ്രാഗൺ ബോളൊക്കെ ആടുണ്ട്. ഗോക്കു ദേഷ്യം പറ്റുമ്പോഴാണ് ഗായ്സ്. എന്നിട്ട് ബുൾമ പറയും, ഗോക്കു നീ സ്വപ്നമെല്ലാം കണ്ടു വയ്ക്കും ഗോക്കുവിനോട്. എന്നിട്ട് കാണുന്ന ഗോക്കുവിൻ്റെ വീട്ടിലേക്ക് ഒരു സാധനം വരുന്നതെന്ന്, വലിയ എമ്മണ്ട സാധനം വഴിയെ മനസ്സിലാവും. എന്നിട്ട് ബുൾമ ഗോക്കുനെ വയ്ക്കും, എനിക്ക് കോഫി ആണോ ചോദിക്കും. ഗോക്കു പറയും, അയ്യേ എനിക്കൊന്നും വേണ്ട ഈ കോഫി, ഞാൻ ട്രെയിൻ എടുത്തോണ്ട്. ഗോക്കു ട്രെയിൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഗോക്കു അവിടെ ഓടിപ്പോയിട്ട് അവിടെയുള്ള ഒരു കല്ലെടുത്ത് പൊക്കുകയാണ്. ആ പൊക്കിയ ശേഷം അവൻ്റെ സ്ട്രെങ്ത് എടുത്തിട്ട് കഷ്ണങ്ങളാക്കുകയാണ്, ഓരോ കഷ്ണങ്ങളാക്കുകയാണ്. എന്നിട്ട് ഗോക്കാണല്ലോ അവിടെ നിന്നും മാറിയിട്ട് അവൻ്റെ ശക്തിയൊക്കെ കാണിച്ചിട്ടാണ് ഓടിപ്പോയിട്ട് അടുത്ത കല്ലെടുക്കുകയാണ്. അടുത്ത കല്ലെടുത്തിട്ട് പൊക്കി പൊട്ടിക്കാക്കുമ്പോഴാണ് അയ്യാ എന്നെ എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ഒരു ആമയായിരുന്നു. ആ പറയുന്നു, എൻ്റെ വീട് ഇവിടെ ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞേക്കുമ്പോഴാണ് ഗോക്കു ചോദിക്കുന്നത്, ബുൾമ നീ എന്താണ് ചെയ്യുന്നത്, നീ പെട്ടെന്ന് ആമയോ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. പെട്ടെന്നാണ് ഗോക്കു ആണെന്ന ശബ്ദം ബുൾമ ചോദിക്കുന്നത്. ബുൾമ അപ്പം നീ അവിടെ അപ്പം ഇതാരാ ചോദിക്കും. അപ്പോൾ ബുൾമ ഇതൊരു ആമല്ലേ, അതെ ഇതൊരു ആമ, ഇതെവിടെ നിന്നാന്ന് ചോദിക്കും. ഇതെൻ്റെ അപ്പോൾ മറ്റേ ആമ പറയും, ഞാൻ കടയിൽ വന്നേ എൻ്റെ എന്നൊക്കെ വീഡിയോയിലൊക്കെ ഉണ്ടാക്കി ആമ ചോദിക്കും. അപ്പോൾ ഗോക്കു അങ്ങോട്ട് ആമയെ കൊണ്ട് പോവുകയും ചെയ്യും. ബുൾമ പറയും, നീലിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാണ്ട് അവർ രണ്ടാളും പോവുകയും ചെയ്യും ഗോക്കു ആമയും. പിന്നെയാണ് ബുൾമയുടെ അടുത്ത് പോയി പറയുന്നത്, ഞാനും നിൻ്റെ ഒപ്പം എന്നിട്ട് അവനും പോവാണ് ഗോക്കുവിൻ്റെ ഒപ്പം. ഇതോടുകൂടി എപ്പിസോഡ് കഴിഞ്ഞ് പുതിയ എപ്പിസോഡുമായി നാളെ വരാം. സ്റ്റേ ട്യൂൺ.